ഹലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചല്ലോ അല്ലേ, എന്ത് മെറ്റൽസ് എന്താ, നോൺ മെറ്റൽസ് എന്താ, അവരെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് തറുവാണ്. ഇനി ആരെപ്പോൾ ചോദിച്ചാലും നമുക്കത് ഈസിയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ ആ പഠിച്ചതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ അല്ലേ പറഞ്ഞത്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താണോ ലാസ്റ്റ് ക്ലാസ്സിലെടുത്തത് അതന്നെ ഞാൻ ചോദിച്ചേക്കാം. ആൻസേഴ്സൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞേക്കൂട്ടോ അവിടെ ഇരുന്നിട്ട്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ, ഞാൻ പഠിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയും. അതല്ലേ കറക്റ്റ്? നമുക്ക് തുടങ്ങാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. വാട്ട് ഈസ് ഡക്റ്റിലിറ്റി? വാട്ട് ഈസ് മാലിയബിലിറ്റി? നെയിം എ മെറ്റൽ വിച്ച് മെൽറ്റ്സ് at body temperature. Name a lustrous non-metal. Name a non-lustrous metal. Name a metal which can be cut with knife. Name a metal which is good conductor of heat. Name a metal which is poor conductor of heat. Next is give reason for the following. Gold and silver are used for making jewelry. What is the reason? Then next give reason for metals can be given different shapes according to our needs. Next, why school bells are made up of metals? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ ആൻസറൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, എന്നിട്ട് ഞാൻ ആൻസർ പറയാം. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, വാട്ട് ഈസ് ഡക്റ്റിലിറ്റി? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ്. സെക്കൻഡ്, വാട്ട് ഈസ് മാലിയബിലിറ്റി? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. Third question, name a metal which melts at body temperature, means at room temperature, gallium. Second one, non-lustrous non-metal, iodine. A non-lustrous metal, lead. A metal which can be cut with knife, sodium. A metal which is a good conductor of heat, copper. Then a metal which is a bad conductor of heat, lead. Next, give reason why gold and silver are used for making jewelry. Gold and silver are used in jewelry because metals like gold, silver have luster and these are less reactive metal. These metals cannot react with air, water and acids and are malleable and ductile. Then why metals can have different shapes according to our needs? Metals can have different shapes according to our need because metals are malleable, that is metals can be hammered into thin sheets, and ductile, that is metals can be drawn into thin wires. Then the last question, why school bells are made up of metals? School bells are made up of metals because metals are sonorous. That means they produce sound on being hit. We know all the properties. എല്ലാ പ്രോപ്പർട്ടീസുമാണ് ഓരോ ക്വസ്റ്റ്യൻസിലും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സെഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ തിയറി പാർട്ടിലേക്ക് വരിക അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കലല്ലേ പഠിച്ചത്, ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്ത് എന്ത് പഠിക്കണം? കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെറുതെ ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. ബൈഹാർട്ടല്ല, നമ്മളൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്. നമ്മളതിന് പെട്ടെന്ന് കേട്ട് ഇതിൽ റിയാക്ഷൻസ് എഴുതാനുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് പ്രശ്നം വരും. ഈശ്വര, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ സിമ്പിളാണ്. അത് നമ്മൾ എങ്ങനെ പഠിക്കുന്നു അതിൻ്റെ മെത്തേഡിലാണ് നമുക്കത് ടഫാണോ സിമ്പിളാണോ എന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുറേ ആൾക്കാർക്ക് ബാലൻസിങ് അറിയാനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബാലൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് ലാഗ് ചെയ്തപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടും. കാരണം നിങ്ങൾക്ക് ഈ ചാനൽ നോക്കിയാൽ കാണാം, ബേസിക്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതാണ്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഈസി വേസ്. നമ്മൾ കുറേ ഒന്നും ചെയ്യത്തില്ല, അതിൽ ഈസി വേസ് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ടെക്നിക്സ് വെച്ചിട്ടുള്ള ബാലൻസിങ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അത് കെമിക്കൽ പ്രോപ്പർട്ടി, റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഓക്സിജൻ. ഏതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? മീൻസ് ഫസ്റ്റ് ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? റിയാക്ഷൻ ഓഫ് മെറ്റൽസ്
Reaction of metals with oxygen. With oxygen. അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ പറയാം, വാട്ട് ഹാപ്പൻസ് വെൻ മെറ്റൽസ് ബേൺഡ് ഇൻ എയർ. സെയിം തന്നെയാണ് കേട്ടോ. എയറിൽ ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ദി ആക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ഓക്സിജൻ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ കണ്ട വാട്ട് ഹാപ്പൻസ് വെൻ എ പെർട്ടിക്കുലർ മെറ്റൽ ഇസ് ബേൺഡ് ഇൻ എയർ എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവരുത്. അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ എ മെറ്റൽ ഇസ് റിയാക്ട് വിത്ത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. രണ്ടും സെയിം തന്നെയാണ്. മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് മെറ്റൽ ഓക്സൈഡ്സ്. സിമ്പിൾ അല്ലേ? ഓക്സിജൻ ഉണ്ട്, ഓക്സൈഡ്. മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് മെറ്റൽ ഓക്സൈഡ്. സോ മെറ്റൽസ് പ്ലസ് ഓക്സിജൻ gives മെറ്റൽ ഓക്സൈഡ്. എന്താ കിട്ടിയത്? മെറ്റൽ ഓക്സൈഡ്. ഒന്നുകൂടെ നമുക്ക് ഈസിയായി പറയാം. നമുക്കൊരു എക്സാമ്പിൾ വെക്കാം. കോപ്പർ വെൻ ഹീറ്റഡ് ഇൻ എയർ. കോപ്പർ ഇസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ. അതൊക്കെ നമ്മൾ പറയൂട്ടെ എന്താണ് ലീസ്റ്റ്, എന്തുകൊണ്ടാണ് ലീസ്റ്റ് എന്നൊക്കെ ഉള്ളത്. കോപ്പർ ഇസ് എ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ. സോ കോപ്പർ വെൻ ഹീറ്റഡ് in air, it produce copper oxide. Copper plus, first we will write in words. എന്നിട്ട് നമുക്ക് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. കോപ്പർ പ്ലസ് ഓക്സിജൻ gives കോപ്പർ ഓക്സൈഡ്. അപ്പം ഈ ഓക്സൈഡ്സ് കുറേ പഠിക്കാനുണ്ട്. ഇതിൽ ക്ലോറൈഡ്സ് ഉണ്ട്. അപ്പം ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്കൊരു നോട്ട് ഉണ്ടല്ലോ ഇപ്പോൾ ഇതിനായിട്ട്, അതിൻ്റെ ബാക്ക് പേജ് എടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും കോപ്പർ ഓക്സൈഡിൻ്റെ ഫോമുല ഏതായിരുന്നു, അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡിൻ്റെ ഫോമുല ഏത്, അല്ലെങ്കിൽ അലൂമിനിയം ക്ലോറൈഡ് ഏതായിരുന്നു, നമുക്ക് എപ്പോഴും കൺഫ്യൂസ് ചെയ്യും. എത്രയൊക്കെ ബൈഹാർട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ എത്രയൊക്കെ പഠിക്കുന്ന ആൾക്കാരായാലും ഇവിടെ CN2 ഉണ്ടോ 3 ഉണ്ടോ, അപ്പോൾ അതൊക്കെ നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ കോപ്പർ ഓക്സൈഡ് പഠിക്കുന്ന സമയത്ത് അടുത്ത ഞാൻ റിയാക്ഷൻ എഴുതാം, എന്നിട്ട് പറഞ്ഞുതരാം. കോപ്പർ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കോപ്പർ ഓക്സൈഡ്. ഇത് ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ലേ, ബാലൻസ് ചെയ്യാം. അതായത് കോപ്പർ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കോപ്പർ ഓക്സൈഡ്. ഇതാണ് നമ്മുടെ എന്ത്, കോപ്പർ ഓക്സൈഡ്. കോപ്പർ ഓക്സൈഡിൻ്റെ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കാം, നമ്മുടെ ബുക്കിൻ്റെ പേജിൽ ഒരു 2 to 3 പേജസ് ഇതിനാക്കി മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഈ കോപ്പർ ഓക്സൈഡ് എന്ന് എഴുതുക, അതിൻ്റെ നേരെ CuO. പിന്നെ എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്കറിയാമല്ലോ റിയാക്ഷൻ ഇപ്പോൾ ആർക്കും അറിയാം. മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗിവ്സ് മെറ്റൽ ഓക്സൈഡ്, കോപ്പർ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കോപ്പർ ഓക്സൈഡ്. പക്ഷേ പ്രശ്നം വരെ എവിടെയാ, ഫോർമുല എന്തായിരുന്നാലും Cu2O ആയിരുന്നാലും CuO2 ആയിരുന്നു, കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതങ്ങ് ബാക്കിൽ വെച്ചാൽ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ജസ്റ്റ്, അല്ലെങ്കിൽ ആ ഹാളിൽ കയറുന്നതിൻ്റെ നമ്മൾ പഠിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്താൽ കിട്ടി. ഇതൊക്കെ എളുപ്പത്തിൽ ആലോചിക്കാം. കോപ്പർ ഓക്സൈഡ് ഇത് ബാലൻസ്ഡ് ആണോ? അല്ല. ബാലൻസിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവേ, എന്നാലും നമ്മളൊന്ന് ഇത് ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ടേ. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഷുഡ് ബി ഈക്വൽ വിത്ത് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ. ഇവിടെ ഒരു കോപ്പർ, ഇവിടെയും 1 കോപ്പർ. ഹിയർ 2 ഓക്സിജൻ ആർ ദേ, ബട്ട് ഹിയർ ഓൺലി 1 ഓക്സിജൻ. കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CuO ആണ്. അല്ലാതെ നമുക്ക് ഇഷ്ടത്തിന് ഈ താഴെ ന്യൂമറൽസ് കൊടുക്കാൻ പറ്റില്ല, അപ്പം തന്നെ കോമ്പൗണ്ട് മാറിപ്പോവും. നമ്മളതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ Cuക്ക് ഞാൻ 3 ഇട്ടു, അപ്പോൾ അത് കോപ്പർ ഓക്സൈഡ് അല്ല. അല്ലെങ്കിൽ ഓക്ക് ഞാനൊരു 3 or 4 ഇട്ടു, അത് വീണ്ടും കോപ്പർ ഓക്സൈഡ് അല്ല, അത് വേറെ തന്നെ. അപ്പോൾ ഈ കോപ്പർ ഓക്സൈഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CuO ആണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി ഗിവ് നമ്പേഴ്സ്. ഇവിടെ മാത്രമേ ഏതൊരു എലിമെൻറ്റിൻ്റെ ആയാലും കോമ്പൗണ്ട് ആയാലും നമുക്ക് ബാലൻസ് ചെയ്യാൻ നമ്പർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 വരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു 2 ഇട്ടാൽ ഇറ്റ് ഇസ് കോമൺ ഫോർ ബോത്ത് കോപ്പർ ആൻഡ് ഓക്സിജൻ. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയില്ലേ, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ഇടുക. കാരണം ബാലൻസിങ് ഇതിൽ പറഞ്ഞ ടോപ്പിക് ഇവിടെ നിൽക്കും. ചിലർക്ക് നന്നായിട്ട് ബാലൻസിങ് അറിയുന്നവരുണ്ട്, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2CuO. അപ്പോൾ ഇവിടെ എന്ത് പറ്റി, ഓക്സിജൻ 2 ആയി, പക്ഷെ കോപ്പർ 2 ആണ് ഇവിടെ. ഇവിടെയോ 2 കോപ്പർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 2 ഇട്ട് എടുത്ത് നോക്കണം. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ് ആയാലും 2Cu plus O2 gives 2Cu. അപ്പം 2 കോപ്പറും ഉണ്ട്, 2. We can write one more reaction. Aluminium plus oxygen gives aluminium oxide.
ഇതാണ് അലൂമിനിയം ഓക്സൈഡ് Al2O3. അലൂമിനിയം പ്ലസ് ഓക്സിജൻ ഗീവ്സ് Al2O3. ചെയ്യേണ്ടത് ബുക്കിന്റെ ബാക്ക് സൈഡ് എടുത്തോളൂ. അലൂമിനിയം ഓക്സൈഡ് Al2O3 സ്ലാഷ് ഇടുക. അലൂമിനിയം ഓക്സൈഡ് ചെയ്ത് ഒരു ചെറിയ ഡാഷ് ഇടുക Al2O3. അപ്പൊ അലൂമിനിയം ഓക്സൈഡിന്റെ ഫോർമുല കിട്ടി. ഇവിടെ എന്താ പ്രശ്നം? കംപ്ലീറ്റ് പ്രശ്നമാണ് അല്ലേ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, പക്ഷെ ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 1 അലൂമിനിയം ഉണ്ട്, ഇവിടെ 2 അലൂമിനിയം ഉണ്ട്. അപ്പൊ ഞാനിതൊന്ന് ബാലൻസ് ചെയ്യാൻ പോവാണേ. ഞാൻ ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്താൽ എന്തായി? 2 അലൂമിനിയം. പക്ഷെ ഇവിടെ എന്ത് പ്രശ്നമുണ്ട്? 3 ഓക്സിജനാണ് ഇവിടെ 2 ആണുള്ളത്. ഇപ്പോൾ ഈ ഈവൺ നമ്പറും ഓഡ് നമ്പറും വന്നപ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഇവിടെ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ 3 ഓക്സിജൻ കൊടുക്കാം. 3 2s are 6. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? 6 ആവണം. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 2 കൊടുത്തു. 3 2s are 6. ഇവിടെ 2 അലൂമിനിയം ആണ്. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 അലൂമിനിയം വന്നു. ഇവിടെ എത്ര അലൂമിനിയം ഉള്ളൂ? 2 അലൂമിനിയമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ഇവിടെ റബ്ബ് ചെയ്തിട്ട് എന്ത് ചെയ്തേക്കുക? 4. അപ്പോൾ 4Al plus 3O2 gives 2Al2O3. കുറേ ആൾക്കാർ ഇപ്പോൾ ഇത് നോക്കിയിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്? പ്രശ്നമാക്കേണ്ടത് നമുക്ക് ബാലൻസിങ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. എന്നാലും ഇത് സിമ്പിൾ അല്ലേ, വേഗം കാര്യം മനസ്സിലാക്കാനില്ല. അപ്പം കോപ്പർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കോപ്പർ ഓക്സൈഡ്, അലൂമിനിയം പ്ലസ് ഓക്സിജൻ ഗീവ്സ് അലൂമിനിയം ഓക്സൈഡ്. ഈ അലൂമിനിയം ഓക്സൈഡിൻ്റെ ഫോമിലേക്ക് അപ്പോൾ നമ്മൾ പഠിച്ചേ പറ്റൂ. Al2O3. അത് അങ്ങോട്ട് ഒന്നും ചെയ്യാനില്ല, അതിൽ നമ്മൾ തന്നെ മെനക്കെട്ടിരുന്ന് പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് Al2O3 എഴുതി വെക്കുക. അലൂമിനിയം ഓക്സൈഡ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മറിച്ച് നോക്കിയാൽ അതും ശരി. തിയറിയൊക്കെ പറയാൻ എളുപ്പമാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമുക്ക് മാർക്ക് പോവാം. So metals react with oxygen to produce metal oxide. Copper plus oxygen gives copper oxide, that is Cu plus O2 gives CuO. Al plus O2 gives Al2O3, that is aluminum oxide. One more example is the magnesium plus oxygen. Magnesium plus oxygen gives magnesium oxide to 2. Here 2 oxygen was there. In order to balance that, I put here 2. Since magnesium is alone 1 here, so I have to give it 2 here. 2 Mg plus O2 gives 2. ഇനി നമുക്ക് എന്നും പറഞ്ഞ പോലെ കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ അത് പറഞ്ഞിട്ട് മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെ നേച്ചറിലേക്ക് പോകാം. ഇത്രയും ക്ലിയർ ആണല്ലോ. All metals do not react with oxygen at the same rate. All metals do not react with the oxygen at the same rate. എല്ലാവരും ഒരേപോലെ മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സെയിം റേറ്റിൽ എന്നല്ല, ഒരേ റിയാക്ടിവിറ്റിയിലല്ല, ഒരേ സ്പീഡിലല്ല. നമ്മുടെ ആ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കെറോസിൻ അല്ലെങ്കിൽ സോഡിയം ഓൾവേസ് ബി കെപ്റ്റ് ഇൻസൈഡ് കെറോസിൻ. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ആർ വെരി റിയാക്റ്റീവ് മെറ്റൽസ്. വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസാണ്. ഇഫ് ദേ ആർ എക്സ്പോസ് ടു എയർ, അവരെ നമ്മൾ എയറിലേക്ക് അങ്ങോട്ട് എക്സ്പോസ് ചെയ്താൽ തന്നെ അവരെ അങ്ങ് ബേൺ ചെയ്തു, അല്ലെങ്കിൽ അവർ കത്തും. അപ്പോൾ സോ ദേ ആർ ഓൾവേസ് കെപ്റ്റ് ഇൻസൈഡ് കെറോസിൻ. അപ്പോൾ വാട്ടറിൽ വെച്ചൂടെ? വാട്ടറിലും ദേ ആർ വെരി റിയാക്റ്റീവ്. അവർ വെള്ളത്തിലിങ്ങനെ ഓടി ഇങ്ങനെ റിയാക്ട് ചെയ്യും. അതൊക്കെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ഡെയിലി നമ്മുടെ എല്ലാ സ്കൂൾസിലും ജനറലി കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ. നല്ല രസമായ എക്സ്പെരിമെൻ്റ് കാണാം. അപ്പോൾ ദേ റിയാക്ട് ബോത്ത് വിത്ത് വാട്ടർ ആൻഡ് എയർ വിഗറസ്ലി. സോ സോഡിയം ആൻഡ് പൊട്ടാഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ വിഗറസ്ലി. Na plus O2, സോഡിയം Na ആണ്. Na2O. 2 sodium ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സോഡിയമേ ഉള്ളൂ. സോ ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ഹിയർ 2, ബട്ട് ഹിയർ ദർ ആർ 2 ഓക്സിജൻ. അപ്പോൾ ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ. ഐ എം ഗിവിങ് ഹിയർ 2. അപ്പോൾ വീണ്ടും പ്രോബ്ലം വന്നു, 2 ഓക്സിജനായി, ബട്ട് ഹിയർ ഇറ്റ് ഇസ് 4 sodium. So what I have to do? I have to wrap this 2 and write here 4. ഇതൊക്കെ ഒരു 2-step പ്രോസസ് ആണ്. നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി. അങ്ങനെ റബ്ബിംഗ് ഒന്നുമില്ല, നമുക്ക് വേഗം ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്റ്റെപ്പായിട്ട് സിമ്പിളായിട്ട് ബാലൻസിങ് പറയാം. സെയിം പൊട്ടാഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് potassium oxide. Potassium oxide in the formula K2. Here also K plus K. How many K's are there? Potassium's 2. Here we will put here 2. Here 2 oxygen. To balance oxygen, we put here 2. But the problem is that when we put here 2, potassium becomes 4. So what we have to do?
we have to write here 4. Now the LHS, that is left hand side, and the RHS, right hand side, are equal. So all metals do not react with oxygen with different rates. Some react vigorously, some does not react, and some react very slowly. But sodium and potassium are very reactive metals which will react with oxygen or very vigorously, and it will burn in air. So it is always kept inside kerosene. അതൊരു എപ്പോഴും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റൻ. Why sodium and potassium are kept or stored in kerosene? When sodium and potassium are exposed to air, they burn in air. In order to prevent, it is always stored in kerosene. So what is the reaction? Write the chemical reaction of sodium or potassium with oxygen എന്ന് പറഞ്ഞാൽ ഇത് എഴുതുക. Sodium plus oxygen gives sodium oxide. ഇപ്പം ഞാൻ പറഞ്ഞേ വീണ്ടും നമ്മളൊരു ഓക്സൈഡ് പഠിച്ചു. സോഡിയം ഓക്സൈഡ് എന്ത് എഴുതിയേക്കുക? ബുക്കിൻ്റെ ബാക്ക് എടുക്കുക, അതിൻ്റെ ബാക്കിൽ എഴുതിയേക്കുക. ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഇതെന്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ല, എക്സാമിൻ്റെ സമയത്ത് നമുക്ക് കുറേ ഓരോന്ന് ആലോചിക്കാനുണ്ടാകുമ്പം കാരണം കുറേ കാര്യങ്ങളുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വരില്ല, വന്നു പോയാൽ. അപ്പോൾ എന്ത് ചെയ്തൊക്കെ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ തിയറി അറിയുന്ന ആൾക്കാർക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഓർത്തെടുക്കാം. സോഡിയം ഓക്സൈഡ് ആൻഡ് പൊട്ടാഷ്യം ഓക്സൈഡ്. മനസ്സിലായി? ഇനി അടുത്തത് പറയുന്നത് സം മെറ്റൽസ് ലൈക്ക് സിങ്ക്, അലൂമിനിയം, മെഗ്നീഷ്യം when exposed in air, a protective layer, a coat of oxide is formed on their surface, and it prevents from further oxidation. Oxidation എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ വിത്ത് ഓക്സിജൻ അല്ലേ? ഓക്സൈഡിൻ്റെ ഫോം കോട്ടിങ് ഉണ്ടാക്കുക. അപ്പോൾ അതെന്തായി? ഈ സിങ്ക്, അലൂമിനിയം, മെഗ്നീഷ്യം ഒക്കെ നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് it have a coating on its surface, and it will protect, that coating will protect it from further oxidation. From aluminium, zinc, magnesium, these are some of the metals which when exposed to air at ordinary temperature, an oxide film is formed on their surface, and it will protect it from further oxidation. ഇപ്പോൾ നമ്മൾ എഴുതിയതാണ് അലൂമിനിയത്തിൻ്റെ റിയാക്ഷൻ. Al plus O2 gives Al2O3 2 3 4. 4Al plus 3A2 gives aluminium oxide. അടുത്ത റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ ഒരാളാണ് കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ വെരി ലീസ്റ്റ് റിയാക്റ്റീവ്. ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ. It when heated in air, it produces a copper oxide on its surface, and it is black in color. നമ്മൾ ആ റിയാക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. Silver and gold do not react with oxygen at any temperature. ഏതൊരു ടെമ്പറേച്ചർ ആയാലും സിൽവർ ആൻഡ് ഗോൾഡ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഓക്സിജൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിട്ട് സിൽവറും ഗോൾഡൊക്കെ യൂസ് ചെയ്യുന്നത്. അവർ ഓക്സിജൻ ഏതൊക്കെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ ദേ വോണ്ട് റിയാക്ട് വിത്ത് ഓക്സിജൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറഞ്ഞേക്കട്ടെ, എന്നിട്ട് മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ പറയാം. മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് മെറ്റൽ ഓക്സൈഡ്സ്. അപ്പോൾ നമ്മൾ 2-3 എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ ഓൾ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് മെറ്റൽസ്. സം മെറ്റൽസ് റിയാക്ട് വിഗറസ്ലി വിത്ത് ഓക്സിജൻ. ഫോർ എക്സാമ്പിൾ sodium, potassium. Some metals when exposed in air just form a layer of oxide over their surface and protect them from further oxidation. Zinc, aluminium, zinc, aluminium, magnesium. Next, copper is the least reactive metal which when heated in air it produces copper oxide which is black in color. Silver and gold are the metals which does not react with oxygen at any temperature. മനസ്സിലായോ? ഇനി നമ്മൾ പറയുന്നത് ഈ മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെ നേച്ചറാണ്. നമ്മളിപ്പോൾ പറയല്ലേ മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെറ്റാലിക് ഓക്സൈഡ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ്. അതിൻ്റെ നേച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. Metal oxides are basic in nature. Metal oxides are basic in nature. ഈ basic എന്ന് പറഞ്ഞാൽ എന്താ? That means they have a nature of bases. Acid base ഇല്ലേ,
അതിലെ ബേസിൻ്റെ നേച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് ബേസിക് നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് ആർ ഹാവിങ് എ ബേസിക് നേച്ചർ. ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ദേ ബിഹേവ് ലൈക്ക് എ ബേസ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? വെൻ ദീസ് മെറ്റൽ ഓക്സൈഡ്സ് ആർ മിക്സ്ഡ് with or dissolved in acids, they produce salt and water. പഠിച്ചതൊന്ന് റീകോൾ ചെയ്തേക്കോ. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 8th 9th. ആസിഡ് പ്ലസ് ബേസ് gives salt plus water. ഓർക്കുന്നുണ്ടല്ലോ? സോ ദിസ് മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അപ്പോൾ അവരെന്താണ്? ബേസ് ആണ്. മെറ്റൽ ഓക്സൈഡ് plus acid gives salt plus water. So metal oxides are basic in nature. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. CuO plus HCl gives CuCl2. കോപ്പർ ക്ലോറൈഡ് എഴുതിക്കോളൂ ബുക്കിൻ്റെ ബാക്കിൽ. കോപ്പർ chloride CuCl2. CuO plus HCl gives CuCl2. This is copper oxide. Balance ചെയ്യണമല്ലോ. How many chlorine are there? Copper chloride plus water. Salt plus water. How many oxygen? How many chlorine are there? 2 chlorine. 1 copper. 2 hydrogen. 1 oxygen. Easy. CuO plus 2 HCl. 1 copper. 1 copper, 2 Cl, 2 Cl, 2 hydrogen, 2 hydrogen, 1 oxygen, 1 oxygen. So CuO plus 2 HCl gives CuCl2, copper chloride. അപ്പോൾ വീണ്ടും അടുത്ത പ്രശ്നം വന്നേ. എന്താണ് നമ്മൾ പറഞ്ഞു? മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ വിച്ച് റിയാക്ട് വിത്ത് ആസിഡ് ടു ഗിവ് സോൾട്ട് ആൻഡ് വാട്ടർ. സം മെറ്റൽ ഓക്സൈഡ്സ് ആർ ആംഫോട്ടറിക്. ഈ ആംഫിബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആംഫിബിയൻസ് എന്താ? അത് ആനിമൽസ് വിച്ച് ക്യാൻ ലീവ് ബോത്ത് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അതാണ് ആംഫിബിയൻസ്. അപ്പോൾ ആംഫോട്ടറിക് അതുപോലെ തന്നെയാണ്. അതായത് സം മെറ്റൽ ഓക്സൈഡ് ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റുന്നല്ല കേട്ടോ. വാട്ട് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആംഫോട്ടറിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബിഹേവ് ബോത്ത് ലൈക്ക് ആൻ ആസിഡ് ആൻഡ് ബേസ്. ആസിഡ് ആയിട്ടും ബേസ് ആയിരുന്നു. നമുക്ക് ലാൻഡും സിയൊന്നും ഇല്ല കെമിസ്ട്രി. അപ്പോൾ ആസിഡ് ബേസ്. ദ ഓക്സൈഡ്സ് വിച്ച് ക്യാൻ റിയാക്ട് വിത്ത് which can act like both as a base and an acid is called amphoteric substance. The oxides which can act both as an acid and base. അപ്പോൾ ഇവരെടുത്ത് ആസിഡിൽ ഡിസോൾവ് ചെയ്താൽ they will react with acid to produce salt and water. ഇനി ഇതേ മെറ്റൽ ഓക്സൈഡ് എടുത്തിട്ട് നമ്മൾ ഇനി ബേസിലിട്ടാലും എന്താ? they react with base to produce salt and water. So they can act like both as an acid and a base, or both they are having a both acidic and basic character. ഇതാണ് amphoteric oxides ന്റെ സ്പെഷ്യാലിറ്റി. But there are many metal oxides which are amphoteric in nature. ഏതൊക്കെ metal oxides? Aluminum oxide, zinc oxide, Al2O3, aluminum oxide, zinc oxide, ZNO. These are some of the examples which act as amphoteric oxide. Plus HCl gives AlCl3 plus H2O. Al2O3 here. ഇത് ആസിഡ് ആണ്, അറിയാലോ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇതിന് എന്ത് നേച്ചർ ഉള്ളത്? ബേസിക് നേച്ചർ. ഹിയർ ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ് ടു പ്രൊഡ്യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ. Al2O3 ആംഫോട്ടറിക് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് റിയാക്ട് വിത്ത് ബേസ് ഓൾസോ. ഇതെന്തിലും ഡിസോൾവ് ആയിരിക്കണം, ബേസിലും റിയാക്ട് ആയിരിക്കണം. സോ വി ക്യാൻ ചെക്ക് വിത്ത് വൺ എക്സാമ്പിൾ. Al2O3 plus NaOH gives NaAlO2 plus H2O. ഇതിനാണ് നമ്മൾ പറയുക സോഡിയം അലുമിനേറ്റ്. എന്താ പറയുന്നത്? സോഡിയം അലുമിനേറ്റ്. Al2O3 plus NaOH gives NaAlO2 plus H2O. സിമ്പിളാണ്. ഇത് കണ്ടിട്ട് അയ്യോ എന്തൊക്കെയോ എഴുതിയൊന്നുമില്ല. സോഡിയം ഉണ്ട്, അലുമിനിയം ഉണ്ട്, ഓക്സിജൻ. അപ്പോൾ സോഡിയം അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് ഉണ്ടാവണം. അപ്പോൾ NaLO2. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫോർമുലാസ് നമ്മൾ തന്നെ പഠിക്കണം, ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ബുക്കിൻ്റെ ബാക്ക് എടുത്തോളൂ. സോഡിയം അലുമിനേറ്റിൻ്റെ ഫോർമുല അങ്ങ് എഴുതി വെച്ചിരിക്കുക. ഇനി നമ്മളിത് ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ബാലൻസ് ചെയ്തേക്കാം.
AL2 ഇവിടെ എത്ര AL ഉണ്ട്? 1 AL. അപ്പം ഞാനിവിടെ ഒരു 2 AL കൊടുക്കുകയാണ്. ഇനി ഞാൻ നോക്കി നോക്കട്ടെ ഇക്വേഷൻ. 2 AL 2 AL 3 oxygen, that is 2 into 2 4, 4 plus 1 5, that is 3 plus 1 4. അപ്പം എന്ത് പറ്റി? പ്രശ്നം വന്നു അല്ലേ? പിന്നെ അടുത്തത് നോക്കാം. എത്ര സോഡിയം ഉണ്ട്? 2 സോഡിയം. അപ്പം ഞാനിവിടെ ഒരു 2 സോഡിയം കൊടുത്തേക്കട്ടെ. ഇനി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. എത്ര അലൂമിനിയം ഉണ്ട്? 2 അലൂമിനിയം. എത്ര സോഡിയം ഉണ്ട്? 2 സോഡിയം. ഹൗ മെനി ഓക്സിജൻസ് ആർ? 3 plus 2 5. ഇവിടെ 2 plus 2 4 5. ഇവിടെ എത്ര ഹൈഡ്രോജൻ ഉണ്ട്? 2 ഹൈഡ്രോജൻ. ഇക്വേഷൻ ഇസ് ബാലൻസ്. എന്ത് എളുപ്പത്തിലല്ലേ പറഞ്ഞത്? അത്ര തന്നെയുള്ളൂ എളുപ്പത്തിൽ. നിങ്ങളൊന്ന് ഇത് പറഞ്ഞു വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എളുപ്പമായിട്ട് കിട്ടും. Al2O3 plus NaOH gives NaAlO2 plus H2O. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോർഷൻസ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതറിയില്ല, ഈ ടോപ്പിക്കിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ യു ക്യാൻ റൈറ്റ്. ഷുവർലി ഐ വിൽ. ഞാൻ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൊടുക്കും. എന്തുകൊണ്ട് അതൊക്കെ പറയുന്നത്? നമ്മുടെ എയിം എന്താ? 100% മാർക്ക് ഇൻ കെമിസ്ട്രി വിത്ത് ബേസോട് കൂടിയിട്ട് നമുക്ക് മാർക്ക് മതി. അല്ലാതെ വെറുതെ ബൈ ഹാർട്ട് മാർക്ക് നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ബാലൻസിങ് എന്തായാലും ഞാൻ ചെയ്യും. അപ്പം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഇസ് സോഡിയം അലുമിനേറ്റ്. Al2O3 plus NaOH gives NaAlO2 plus H2O. അലുമിനിയം ഓക്സൈഡ്, ഇവിടെ എന്താണ് അലുമിനിയം ഓക്സൈഡ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? എസിഡിക് ക്യാരക്ടർ. എന്തുകൊണ്ട് എസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് റിയാക്ട് വിത്ത് എ ബേസ്. അത് ബേസ് വെച്ചിട്ട് NaOH എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ആണ്. എന്താ കിട്ടുന്നത്? സോൾട്ട് പ്ലസ് വാട്ടർ. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് മെറ്റൽ ഓക്സൈഡ്സിന്റെ നേച്ചർ അല്ലേ? പോയിന്റ് വീണ്ടും വരെയാണ്. മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ഇൻസോളിബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോളിബിൾ ആവില്ല. ബട്ട് സം ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് ആൽക്കലീസ്. സം ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് ആൽക്കലീസ്. സോ മോസ്റ്റ് oxides, metal oxide does not dissolve in water, but some metal oxides dissolves in water to produce alkali. Example, വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോഡിയം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് NaOH. അതെന്താ? ഒരു ആൽക്കലി. സോഡിയം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോ ദീസ് ആർ ദ 2 മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് ഈ നേരം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്തേക്കാണ്. ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് തറവാക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോയാൽ മതി. കാരണം തിയറി പാർട്ട് ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ലോണം തറവാക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം വെറുതെ വന്നിരിക്കരുത്. ഇതിൻ്റെ മുന്നിൽ പഠിച്ചിട്ട് മാത്രം വന്നിരിക്കുക. എന്നാലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. എപ്പോഴും മനസ്സിലെയും എന്താണ്? 100% മാർക്ക് ഇൻ കെമിസ്ട്രി വിത്ത് പ്രോപ്പർ ബേസ്. അതായത് ബേസോട് കൂടിയിട്ടുള്ള 100% മാർക്കാണ്. കാര്യം മനസ്സിലായിട്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ? റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജൻ ഓർ വാട്ട് ഹാപ്പൻസ് വെൻ മെറ്റൽ ഇസ് ബേൺഡ് ഇൻ എയർ. Metal react with oxygen gives metal oxide. All metals do not react with the same rate. Different metals react with different reactivity. Sodium, potassium, very reactive metals react with oxygen to produce their corresponding oxides. Then zinc, aluminium, magnesium, when exposed to air, they form a thin coating of oxides over the surface, which will prevent the further oxidation of the metals. Next, in the copper, which is least reactive metal, when heated in air, a black color copper oxide will be formed on its surface. Gold and silver does not react with oxygen at any temperature. പിന്നെ നമ്മൾ ഈ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നേച്ചർ പറഞ്ഞു. മെറ്റൽ ഓക്സൈഡ്സ് ആർ യൂഷ്വലി ബേസിക് ഇൻ നേച്ചർ. ബേസിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബേസ്. ദേ റിയാക്ട് വിത്ത് ആസിഡ് ടു പ്രൊഡ്യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ. സം ഓക്സൈഡ്സ് ആർ amphoteric in nature. They act like both as an acid as well as a base. That means they react with base to produce salt and water, or they will react with acid to produce salt and water. എല്ലാവരുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക, പഠിച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടും. താങ്ക് യു.